ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം, കടപ്പാട് ശ്രീ സായി പബ്ലിക്കേഷൻസ്, പൽക്കുളങ്ങര. അപ്പോൾ ഇന്നെടുത്തിരിക്കുന്ന കഥ അംബയുടെ കഥയാണ്. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. കഥയിൽ ചോദ്യമില്ല. അംബയുടെ കഥ. ഭീഷ്മരുടെ അടുക്കൽ നിന്ന് തൻ്റെ ഇഷ്ടത്തോഴനായ താൻ സ്നേഹിച്ചിരുന്ന സോലനെ തേടിപ്പോയ അംബയ്ക്ക് അവിടെ പ്രതീക്ഷിച്ച സ്വീകരണം ലഭിച്ചില്ല. ഭീഷ്മരുടെ അടുത്തേക്ക് ചെല്ലുക എന്നായിരുന്നു സോലൻ്റെ മറുപടി. അപ്രതീക്ഷിതമായ സോലൻ്റെ പ്രതികരണം അംബയെ വ്യസനിപ്പിച്ചു. ഗത്യന്തരമില്ലാതെ അവൾ ഭീഷ്മ സവിധത്തിലെത്തി പരാതിപ്പെട്ടു. എന്നെ സ്വാലൻ കൈവെടിഞ്ഞു. അതിന് കാരണക്കാരൻ അങ്ങാണ്. ഇനി അങ്ങ് തന്നെ എന്നെ വിവാഹം കഴിക്കണം. ഭീഷ്മർ അവളോട് പറഞ്ഞു. ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത് എനിക്ക് വേണ്ടിയായിരുന്നില്ല, എൻ്റെ സഹോദരന് വേണ്ടിയായിരുന്നു. ഞാൻ നിത്യബ്രഹ്മചാരിയാണ്. നിന്നെ എനിക്ക് സ്വീകരിക്കാൻ ആവില്ല. വിവാഹ മണ്ഡപത്തിൽ നിന്ന് കൈപിടിച്ചു കൊണ്ടുവന്നത് ഭീഷ്മരാണെന്നും വിവാഹം കഴിക്കാൻ ബാധ്യസ്ഥനാണെന്നും അംബ വാദിച്ചു. പക്ഷേ ഭീഷ്മർ അവളുടെ ന്യായവാദങ്ങളൊന്നും ചെവിക്കൊണ്ടില്ല. അവൾ 6 നീണ്ട വർഷങ്ങൾ ഭീഷ്മരുടെ പിന്നാലെ കൂടി. എന്നിട്ടും ഫലമുണ്ടായില്ല. തൻ്റെ ജീവിതം വ്യർത്ഥമാക്കി തീർത്ത ഭീഷ്മരോടുള്ള വൈരാഗ്യത്തോടെ അവൾ ഹിമാലയ സാനുക്കളിലെത്തി ഉഗ്ര തപസ് അനുഷ്ഠിച്ചു. 12 വർഷം നീണ്ടു നിന്നു ആ തപസ്. അപ്പോൾ സുബ്രഹ്മണ്യൻ പ്രത്യക്ഷനായി അവൾക്ക് ഒരു ഹാരം നൽകി അനുഗ്രഹിച്ചു. ഈ ഹാരം ധരിക്കുന്ന ആൾക്ക് ഭീഷ്മരെ വധിക്കുവാനാകും. അംബ സന്തുഷ്ടയായി നാടങ്ങം നടന്നു. ആരും ആ ഹാരം സ്വീകരിക്കുവാൻ സന്നദ്ധനായില്ല. ഭീഷ്മനോട് ഏറ്റുമുട്ടുവാൻ എല്ലാവർക്കും ഭയമായിരുന്നു. നടന്ന് അംബ പാഞ്ചാല രാജധാനിയിലെത്തി. അവിടെയും അവളെ പുറത്താക്കുകയുണ്ടായത്. കോപനൈരാശ്യത്തോടെ അവൾ ഹാരം ഗോപുരദ്വാരത്തിലേക്ക് ഉപേക്ഷിച്ചിട്ട് പോയി മറഞ്ഞു. ഒരു ദിവസം പാഞ്ചാല രാജപുത്രിയായ ശിഖണ്ഡിനി എന്ന ബാലിക ആ ഹാരം എടുത്ത് തലയിലണിഞ്ഞു. രാജ വിവരമറിഞ്ഞ് ഭയപ്പെട്ട് ആ പെൺകുട്ടിയെ ഉപേക്ഷിച്ചു കളഞ്ഞു. പരിത്യക്തയായ ആ ബാലിക അലഞ്ഞു നടന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ അവൾ ഗംഗാദ്വാരത്തിലെത്തി. അവിടെ ഒരു ഗന്ധർവൻ അന്യോന്യം ലിംഗം മാറ്റത്തിന് പ്രേരിപ്പിച്ചു. അവൾ അത് സമ്മതിച്ചു. അങ്ങനെ ശിഖണ്ഡിനി പുരുഷനായിത്തീർന്നു. ശിഖണ്ഡി എന്ന പേരും സ്വീകരിച്ചു. ഗന്ധർവൻ തനിക്കറിയാമായിരുന്ന എല്ലാവിധ ദിവ്യാസ്ത്ര വിദ്യകളും ശിഖണ്ഡിക്ക് ഉപദേശിച്ചു കൊടുത്തു. അതിനുശേഷം ശിഖണ്ഡി പാഞ്ചാല രാജ്യത്തെത്തി വിവരങ്ങൾ അറിയിച്ചു. ഇനി ഭയപ്പെടാനില്ലെന്ന് തോന്നിയ രാജാവ് ശിഖണ്ഡിയെ സ്വീകരിക്കുകയും ചെയ്തു. ഹാരം ഉപേക്ഷിച്ചിട്ട് പോയ അംബ വർദ്ധിച്ച നൈരാശ്യത്തോടെ പരശുരാമനെ ചെന്ന് കണ്ടു. സഹായം അപേക്ഷിച്ചു. അദ്ദേഹം സഹായ വാഗ്ദാനവും നൽകി. 28 ദിവസം പരശുരാമൻ ഭീഷ്മരുമായി യുദ്ധം ചെയ്തു. ജയിക്കാനായില്ല. ഭീഷ്മരെ അനുഗ്രഹിച്ചു പിന്തിരിഞ്ഞു. അംബ യാഗാഗ്നിയിൽ തൻ്റെ ശരീരം ദഹിപ്പിച്ചു ജീവൻ അവസാനിപ്പിക്കുകയും ചെയ്തു. നമസ്കാരം.